ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അതിന് തുടക്കമിട്ടത് ആദ്യം എന്തായാലും കേജ്രിവാൾ ആണല്ലോ. കേജ്രിവാൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ മോദിക്ക് വിരമിക്കേണ്ടി വരുമെന്നും ഗഡ്കരിയാണ് RSSന് സ്വീകാര്യനെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗഡ്കരിക്ക് കൈയടിക്കുന്നു. അപ്പോൾ ഗഡ്കരിക്ക് പ്രതിപക്ഷത്തോടും ആ രൂപത്തിൽ താല്പര്യമുണ്ടാകുന്നു, അല്ലെങ്കിലും അദ്ദേഹം ഇടപെടുന്ന കാര്യത്തിൽ എല്ലാവരോടും ആ രൂപത്തിലാണ്. അതാണല്ലോ അദ്ദേഹത്തിന് സ്വീകാര്യനാക്കിയതും. ആ ഒരു തന്ത്രം ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ എത്രത്തോളം ഏത് ഘട്ടം വരെ സാധ്യമാകും? അല്ല സ്മൃതി, നമ്മൾക്ക് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 400 സീറ്റിലധികമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പ്രചരണം തുടങ്ങിയ നരേന്ദ്രമോദിയെ താഴെ ഇറക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രചരണം നടത്തിയെന്നാണ് JR പത്മകുമാർ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ പ്രധാനമന്ത്രിയെ 400 സീറ്റോടുകൂടി അധികാരത്തിൽ തുടർഭരണത്തിൽ എത്തുമെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾ താഴെ ഇറക്കി. ഞങ്ങൾ ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കി BJP സർക്കാരിൽ നിന്ന് NDA സർക്കാരിലേക്ക് മാറ്റിപ്പണിതു. ആ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുമ്പിൽ ശിരസ് കുമ്പിടാനും ഭരണഘടനയെ തൊട്ടുമുത്താനും വരെ പ്രാപ്തനാക്കിയത് ഇന്ത്യ മുന്നണിയുടെ പ്രചരണം കൊണ്ട് മാത്രമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് താങ്കൾ 2 ടൈമിലും പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പോയതാണ്. താങ്കൾ വീണ്ടും അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ BJPയുടെ പ്രതിനിധിക്ക് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ പരിപാടികളെ കുറിച്ചിട്ട് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിൻ്റെ പരിണിത ഫലങ്ങൾ കൈപ്പേറിയതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല, പക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരിക്കുന്ന ആർക്കുമില്ല. പക്ഷെ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട പല കാര്യങ്ങളും ഈ രാജ്യത്തുണ്ടായിരുന്നു. അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞ് പോലീസുകാരോടും പട്ടാളക്കാരോടും തോക്കെടുക്കാനും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. രാജ്യം മുഴുവൻ റെയിൽവേ സമരത്തിലൂടെ സ്തംഭിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥയും തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അമേരിക്കയുടെ CIAയുടെ ഭാഗമായിട്ടുള്ള ഫണ്ടിങ് വരെ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ ആഭ്യന്തര കലഹത്തെ അമർച്ച ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന 352 വകുപ്പ് അനുസരിച്ചിട്ട് പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ആ അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തിന് പിന്നീട് ഒരുപാട് ഗുണകരമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടുവെങ്കിലും അടിയന്തരാവസ്ഥയുടെ 21 മാസക്കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും പൗരസ്വാതന്ത്ര്യത്തിന് പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവലങ്ങിടുകയും സമരം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, വാസ്തവമാണ്. ഇന്ദിരാഗാന്ധി തന്നെ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പരിണിത ഫലങ്ങൾ. പക്ഷേ അപ്പോഴും അത് ഭരണഘടന അനുശാസിക്കുന്ന 352 വകുപ്പ് അനുസരിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് യാതൊരു വകുപ്പും അനുശാസിക്കുന്ന ഒരു പ്രഖ്യാപനവും നടത്താതെ ഭരണഘടനയെ പോലും തച്ചുടയ്ക്കുന്ന രീതിയിൽ, പ്രതിപക്ഷ ശബ്ദങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിൽ, പ്രതിപക്ഷ MP-മാരെ അസ്ഥിരപ്പെടുത്തുകയും അയോഗ്യരാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ പത്രമാധ്യമ സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ജയിലടക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ രാജ്യത്തെ സമസ്ത മേഖലയിലെയും പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്തിയത് ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചിട്ടായിരുന്നു എന്നുകൂടി നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തി എന്നത് പണ്ട് 50 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനുള്ള ന്യായീകരണമായിട്ട് പറയല്ലേ? 50 വർഷം മുമ്പ് നടന്ന ഒരു തെറ്റിന്റെ പേരിൽ അതിനെ ന്യായീകരിക്കാൻ 10 വർഷക്കാലം ഞങ്ങൾ അതേ തെറ്റ് അതിനേക്കാൾ മോശമായിട്ട് നടത്തും എന്ന് പറയുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ഇനി രണ്ടാമത്തെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പ്രായശ്ചിത്തം നടത്തണമെന്ന്. എങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയ തോന്നിവാസങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണോ നരേന്ദ്രമോദി ഭരണഘടനയെ തൊട്ടുമുത്തി ക്ഷമ ചോദിച്ചതാണോ അത്? അപ്പൊ ഞങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഭരണഘടനയോട് ക്രൂരത കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഈ രാജ്യത്ത് BJPക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന RSSന്റെ മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞ സർസംഘചാലക് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചില്ലേ? ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു, മണിപ്പൂരിലെ കണ്ണീരും വിലാപവും കണ്ടില്ല, BJP രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് ഒതുക്കപ്പെടുന്നു, BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നരേന്ദ്രമോദിയിലേക്ക് മാത്രമായിട്ട് ചുരുക്കപ്പെടുന്നു, ഏകാധിപത്യ സ്വഭാവമാണെന്നൊക്കെ നിങ്ങളുടെ ചാട്ടുളിയായിട്ട് നിന്ന് നിങ്ങൾക്ക് എല്ലാ അഗ്നിയും പകർന്നു തരുന്ന RSSന്റെ നേതാവ് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞ വിമർശനം മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് സൂചിപ്പിക്കട്ടെ. ഇന്ദിരാഗാന്ധിയോട് സഞ്ജയ് ഗാന്ധി പറയുന്നു, ഇനി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകണ്ട, തെരഞ്ഞെടുപ്പിലേക്ക് പോകണ്ട, അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട. പാർലമെന്റ് ഇന്ദിരാഗാന്ധിക്ക് വീണ്ടും ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരം നൽകുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തോൽക്കുമെന്ന് പറയുന്നു. എന്നിട്ടും അതിനൊക്കെ വകവെക്കാതെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇലക്ഷന് പോവുകയും ആ ഇലക്ഷനിൽ ജനങ്ങൾ കൊടുത്ത തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് മാപ്പ് പറയാൻ കാണിച്ച ആ ഉന്നതമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധമുണ്ട്. തെറ്റ് പറ്റിയിട്ടും തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള
ജനാധിപത്യ ബോധം അത് ഇന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് 10 വർഷക്കാലം ഈ രാജ്യത്ത് ഭരിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാം. 10 വർഷക്കാലം നിങ്ങൾ ഈ രാജ്യം ഭരിച്ചു. 50 വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെ നിങ്ങൾ വിമർശിക്കുന്നു. 65 വർഷം മുമ്പ് ഈ രാജ്യം ഭരിച്ച ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ വിമർശിക്കുന്നു. കോൺഗ്രസിനെ വിമർശിക്കാനല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയ വികസന നേട്ടങ്ങൾ, ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന നേട്ടങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു പരീക്ഷ നടക്കുമ്പോൾ ആ പരീക്ഷാ പേ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുന്നത് എങ്ങനെ, പരീക്ഷയുടെ പേടി എങ്ങനെ മറക്കാം എന്നൊക്കെ പറഞ്ഞ് മൻ കി ബാത് നടത്തുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു പരീക്ഷ, പൊതുമേഖല പരീക്ഷ, അതിലുണ്ടാകുന്ന തട്ടിപ്പിനെ കുറിച്ചിട്ട് ഇവിടെ പുറത്തു വരുന്നത് വ്യാപം അഴിമതി പോലെ തന്നെയാണ് നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം. മറുപടിക്ക് ശേഷം ഞാൻ BN ഹസ്കറിലേക്ക് വരാം. മറുപടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.